ഡേ തെക്കോട്ട് തിരിഞ്ഞിരുന്ന് കാലാട്ടണോ അതും അടുക്കള ഇരുന്നോണ്ട്? അയ്യോ അപ്പൊ ഞാൻ വടക്കോട്ട് ഇരുന്ന് ആട്ടാം. എങ്ങോട്ട് തിരിഞ്ഞൊന്നും ചെയ്തൂടാ. പാടില്ല. കാരണം കാലാട്ടാൻ പാടില്ല എന്നാണ്. അങ്ങനെയാണ് എന്റെ ശാസ്ത്രം. അതെ അമ്മ, നമ്മൾ ഈ കാലിങ്ങനെ തൂക്കിയിട്ടേക്കുമ്പോഴേ കാലിന് റെസ്റ്റ് കൊടുക്കണമെന്ന് കാല് തന്നെ ആവശ്യപ്പെടും. ഓഹോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് ആടുന്നത്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തന്ന അപ്പൊ തന്നെ നിനക്ക് മറുകൃത്യം പറഞ്ഞില്ലെങ്കിൽ സമാധാനം വരില്ലല്ലോ. ആ മറുകൃത്യം മറുകൃത്യം അറിഞ്ഞൂടെ നിനക്ക്? തർക്കുത്തരം. തർക്കുത്തരോ? മറുകൃത്യം തർക്കത്തിന്റെ ഉത്തരം. അമ്മ പറഞ്ഞു ഞാൻ കാലാട്ടുന്നതിൽ എന്തോ പ്രശ്നമുണ്ടെന്ന്. അത് എന്ത് കുഴപ്പമാണെന്ന് പറഞ്ഞതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. സാറ്റിസ്ഫൈഡ് അല്ല എന്ത് പറഞ്ഞാലും നിങ്ങൾക്കൊക്കെ പഴയ ആൾക്കാർ പറയണ എന്തെങ്കിലും കാര്യത്തിനോട് ഒരു വിലയുണ്ടാ? ഉണ്ടോന്ന്? എണിച്ചു പോടി, എണിച്ചു പോടി, എണിച്ചു പോടി, എണിച്ചു പോടി, എണിച്ചു പോടി, എണിച്ചു പോടി, എണിച്ചു പോടി. നിനക്ക് വഴക്കാണോ പെണ്ണേ? മണി മണി മുഴങ്ങി. മാറില്ല എന്തോന്നാണ് രണ്ടും അടുക്കള കിടന്നോണ്ട് താളം തുള്ളുന്നത്? അമ്മയെ വന്ന് സഹായിക്കുക. അച്ഛാ എന്റെ മുഖത്തോട്ടൊന്ന് നോക്കി, എന്റെ അവളുടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് നല്ല പോസിറ്റീവ് എനർജി തോന്നില്ലേ? ആ എനർജി അമ്മയ്ക്ക് കൊടുക്കാൻ വന്നേ. സത്യം. അതെ വിടും, വിഷയം വിടും. സ്റ്റെല്ല ചേച്ചിനെ കണ്ട് ഞാൻ കുറച്ച് നേരത്തെ. ചേച്ചി ഒരു കാര്യം പറഞ്ഞു, പോയിന്റ് ആണ്. നമുക്ക് ഇത്രയും ദ്രോഹം ചെയ്തിട്ടും നമ്മള് മിനിക്കും ചന്ദ്രൻപിള്ളയ്ക്ക് എന്തിനാണ് മാല കൊടുത്തതെന്ന് പോയിന്റ് അല്ലേ ചോദിച്ചത്? അല്ല ഈ സ്റ്റെല്ല ചേച്ചി എങ്ങനെ അറിഞ്ഞ മാല കൊടുത്താരും? അത് ഞാൻ പറഞ്ഞു. നീ എന്തിനു പറഞ്ഞു? അതല്ലേ കുഴപ്പമായത്. എന്ത് കുഴപ്പം? പണയം വെക്കാൻ വാങ്ങിച്ചിട്ട് എത്ര ദിവസമായി? ഇതുവരെ അവര് തന്നാ? എന്തായാലും 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഞാൻ അവരുടെ അടുത്ത് ചോദിക്കാൻ പോവാണ്. സ്റ്റെല്ല ചേച്ചി പറഞ്ഞു അവരുമായിട്ട് ഒരു ഇടപാടും വേണ്ടെന്ന്. ഈ സ്റ്റെല്ല ചേച്ചിയായിട്ട് ഒരു ഇടപാട് നടത്തി നോക്ക്, കുറച്ച് കഴിയുമ്പോൾ അവരെ ഗുണം അറിയാം. ഓ പിന്നെ സ്റ്റെല്ല ചേച്ചി ഡീസന്റ് ആണ്. സ്റ്റെല്ല ചേച്ചി ഡീസന്റ് ആണ്. ന്യൂ ജനറേഷൻ സിനിമയ്ക്ക് ഇടാൻ പറ്റിയ പേര്. അപ്പൊ മണിക്കുട്ടി അടുക്കളയിലാണ്. നല്ല ടൈറ്റിൽ അല്ലേ? കൊള്ളാം, കുഴപ്പമില്ല. എന്നാലും വേറൊരു പേരുണ്ട്, ഞാൻ പറഞ്ഞുതരാം. രവിയണ്ണൻ ഒരു മനുഷ്യ സ്നേഹി. രവിയണ്ണ മനുഷ്യ സ്നേഹിയൊക്കെ തന്നെ, പക്ഷെ രണ്ടും കൂടെ ക്രൂരനാക്കല്ല്. പറഞ്ഞേട്ടാ പോ പോ പോ, രണ്ടു പോ, കൺമുന്നിൽ പോ. ഒരു പണിയില്ലാതിരിക്കണല്ലേ എല്ലാണോ? ഇറങ്ങിപ്പോയെ, എനിക്ക് ഇവിടെ നിറച്ചും പണിയുണ്ട്. ചെല്ല് ചെല്ല്. ഈ സീൻ കോളായി. അമ്മയുടെ പേരിൽ ടൈറ്റിൽ ഉണ്ടാക്കാൻ നടക്കുന്നു. എവിടെ ഫോണില്ലേ? എവിടെ? എനിക്കിവിടെ പണിയുണ്ട്, നിങ്ങൾ പോകാനാ പറഞ്ഞത്. കുഴപ്പമുണ്ടോ? ഞാൻ പൊക്കോളാം. എന്തിനാടി